ഹലോ ഗായ്സ്, നമസ്കാരം. ഇത് ഞങ്ങളുടെ ഒരു ഡ്രൈവ് ട്രിപ്പ് തുടങ്ങുന്നതിന് മുന്നോടിയായിട്ടുള്ള യാത്രയാണ്. ഇത്തവണ കോഴിക്കോട് നിന്നും എറണാകുളം വരെ ഞാനും രുക്കും കിച്ചും മാത്രമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. മുക്കം വരെ അഖിലേട്ടനും അച്ഛനും ഉണ്ട്. കോഴിക്കോട് വരെ അച്ഛനും കൂടെ പോരുന്നുണ്ട്. അത് കഴിഞ്ഞ് അവിടുന്ന് അങ്ങോട്ടേക്ക് ഞങ്ങൾ തനിച്ചാണ് യാത്ര. ആദ്യമായിട്ടാണ് ഞങ്ങൾ 3 പേരും കൂടിയുള്ള ഡ്രൈവ് ട്രിപ്പ്. എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് കാണാം. മുക്കം വരെ അഖിലേട്ടൻ കാറിന് ഞങ്ങളെ ഡ്രോപ്പ് ചെയ്തു. കോഴിക്കോട് വരെ ഞങ്ങൾ ബസ്സിലായിരുന്നു പോകുന്നത്. ബസ്സിൽ കയറി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും 2 പേരും ഒന്ന് ഉറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ അലമ്പില്ലാതെ കുറച്ച് ദൂരം പോകാൻ കഴിഞ്ഞു. ഉറക്കം എണീറ്റ് കഴിഞ്ഞപ്പോഴേക്കും കിച്ചുവിനെ ഇറങ്ങിപ്പോണം. അവസാനം അച്ഛൻ്റെ അടുത്തേക്ക് തൽക്കാലത്തേക്കൊന്ന് പോയി. അങ്ങനെ ഞങ്ങൾ കോഴിക്കോടെത്തി. റെയിൽവേ സ്റ്റേഷനിലേക്കൊരു ഓട്ടോയിൽ പോവാണ്. ആദ്യം ട്രെയിൻ ഡിലേ ആണെന്ന് കാണിച്ചിരുന്നെങ്കിലും ഓൺ ടൈമിന് തന്നെ ട്രെയിൻ എത്തി. അച്ഛൻ ഞങ്ങളെ യാത്രയാക്കി തിരിച്ചുപോയി. ആർക്കോ എന്നില്ലാതെ ടാറ്റ കൊടുത്തോണ്ടിരിക്കുകയാണ് കിച്ചുമോള്. കളികളും കാഴ്ചകളുമായി ഉല്ലാസപൂർവ്വം ഞങ്ങളുടെ യാത്രകൾ നീണ്ടു. തൽക്കാലം ഈ യാത്രയിൽ ഞങ്ങൾ റെയിൽവേയുടെ ഹെൽത്തി ഫുഡ് വേണ്ടാന്ന് വെച്ചു. അതുകൊണ്ട് തന്നെ കയ്യിൽ കുറച്ച് ഫ്രൂട്ട്സ് കരുതിയിരുന്നു. 2 പേരും അത് കഴിച്ച് വിശപ്പടക്കുന്നു. ദുരന്തോ എക്സ്പ്രസ്സിലാണ് ഞങ്ങളുടെ യാത്ര. കോഴിക്കോട് നിന്ന് വിട്ടാൽ പിന്നെ എറണാകുളത്ത് സ്റ്റോപ്പുള്ളൂന്നാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഷൊർണൂരും അതിനുശേഷവും ഒക്കെ ആയിട്ട് സ്റ്റോപ്പുകൾ 3-4 എണ്ണം വന്നിരുന്നു. 7 മണിയാകുമ്പോൾ എത്തുമെന്ന് കാണിച്ചിരുന്നെങ്കിലും പിന്നീട് അത് 8 മണിയായി. 7:50 നോർമൽ ടൈം. 10 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ അഹെഡ് കാണിച്ചുകൊണ്ടിരുന്നിടത്ത് ഷൊർണൂരൊക്കെ സ്റ്റോപ്പ് വന്നപ്പോൾ അത് ഡിലേ ആയി 8 മണിയായി എറണാകുളത്തെത്തിയപ്പോൾ. രാത്രിയിലെ പ്രകാശപൂർണമായ കാഴ്ചകളും കണ്ണിന് കുളിർമയേകുന്നതായതുകൊണ്ട് അത് കാണിച്ച് പറ്റിച്ചുകൊണ്ട് കുറച്ചു നേരം കൂടി തള്ളി നീക്കാനായി. അങ്ങനെ 4.5 മണിക്കൂറത്തെ ഞങ്ങളുടെ ട്രെയിൻ യാത്ര ഇവിടെ അവസാനിക്കാൻ പോവാണ്. സ്റ്റേഷൻ എത്താറായി. ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി റെഡിയായി.
അങ്ങനെ എറണാകുളം റെയിൽവേ സ്റ്റേഷൻ ഞങ്ങളെ സ്വാഗതം ചെയ്തു. ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് അച്ഛനെവിടെ, ഇനി അച്ഛനെ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന ചിന്ത രുക്കുവിനുണ്ടാവുന്നത്. അച്ഛൻ ഇനി എവിടെയാണെന്നറിയാൻ വിളിച്ചു നോക്കാമെന്നും പറഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോഴതാ ഞങ്ങളുടെ പുറകെ തന്നെ നിൽക്കുന്നു ആള്. 1.5 മാസത്തിന് ശേഷം അച്ഛനെ കണ്ടതിന്റെ സന്തോഷത്തില് ഒക്കത്തേക്ക് ചാടിക്കേറി രുക്കുമോള്. ഈ ചേച്ചി ഇതെന്താ കാണിക്കുന്നതെന്ന് അന്തം വിട്ട് കിച്ചു മോളും നിന്നു. കിളി പോയ മട്ടിലാണ് കിച്ചുവിന്റെ നിപ്പ്. പിന്നെ ഒരു 1.5 നടപ്പായിരുന്നു. അപ്പനും മക്കളും കൈ പിടിച്ചങ്ങ് നീട്ടി വെച്ച് നടന്നു. എന്താണോ ആവോ, ഇത്തവണ എസ്കലേറ്ററിൽ കയറാൻ പോലും എടുക്കാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല കിച്ചു. കുറച്ച് നാളുകൾക്ക് ശേഷം എറണാകുളത്തെ തിക്കും തിരക്കിനിടയിലേക്ക് വന്നപ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നി. കുറച്ചു നേരം നോക്കി നിൽക്കാൻ വേണ്ടി ഒരു നായക്കുട്ടിയെയും കിട്ടി. പൊതുസ്ഥലമാണെന്നറിയാണ്ട് മൂത്രമൊഴിക്കാൻ മൂപ്പർക്ക് യാതൊരു മടിയുണ്ടായില്ല. ഇനി വീട്ടിൽ ചെന്ന് വെച്ചുണ്ടാക്കി തിന്നാനൊന്നും നേരമില്ലാത്തതുകൊണ്ട് താൽ കിച്ചണിൽ കയറി ഡിന്നറും കഴിച്ച് ഞങ്ങൾ തിരിച്ചു. ഇത്രയും ദിവസം ഉറങ്ങിക്കിടന്ന വീടുണർത്താൻ പിള്ളേരെത്തിയപ്പം ശ്യാമേട്ടനും സന്തോഷമായി. നേരത്തെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അച്ഛനെ കണ്ടപ്പോൾ പാറിപ്പോയ കിളി ഇതുവരെ തിരിച്ചു വന്ന ലക്ഷണമില്ല കിച്ചുവിന്. അങ്ങനെ വിശേഷങ്ങളുടെ അടുത്ത ലോകത്തേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നു. ആദ്യമായിട്ടുള്ള ഞങ്ങളുടെ ട്രയോ യാത്ര എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നിങ്ങൾക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ഓരോ വീഡിയോയ്ക്കും നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് നന്ദി. ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.